നീണ്ട വരികളിൽ മണിക്കൂറുകളോളം കാത്തുന്നതിന് ശേഷമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ ജന്തർ മന്ദറിലേക്ക് എത്തുന്നത്. PR ഏജൻസികളോ പരിചയസമ്പത്തുള്ള സംഘാടകരോ ഇല്ലാതെ പ്രതിഷേധത്തിലേക്ക് എത്തുന്ന ഓരോ ആളുകളും സ്വയം സംഘാടകരായി അച്ചടക്കത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും CJP പ്രതിഷേധത്തിന്റെ പങ്കാളിത്തം കൂട്ടുകയാണ്. ദില്ലിയിൽ നിന്ന് മുബഷിർ P. അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ആളുകൾ വരി നിൽക്കുന്ന കാഴ്ച. മണിക്കൂറുകളോളം വരി നിന്നതിന് ശേഷം ഇവിടെ നടക്കുന്ന പ്രതിഷേധ പരിപാടിയിലേക്ക് ഒന്ന് കടന്നു കയറി കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ അവർ തയ്യാറെടുക്കുന്ന കാഴ്ച. അതോടൊപ്പം തന്നെ ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പുമില്ലാതെ അസംഘടിതമായി പക്ഷേ വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു പ്രതിഷേധ സമരം. അങ്ങനെയൊക്കെ തന്നെ നിരവധി വിശേഷണങ്ങളുണ്ട് ജന്തർ മന്ദറിൽ ഇപ്പോൾ CJP സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധ സമരങ്ങൾക്ക്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നിരവധി ആളുകൾ ഓരോ നിമിഷവും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം കഴിയും തോറും ഈ സമരത്തിന്റെ ഒരു വ്യാപ്തി കുറയും അല്ലെങ്കിൽ അതിന്റെ ശക്തി കുറയുമെന്നൊരു ധാരണയൊക്കെ തന്നെ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു, അധികൃതരെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ആളുകൾ വരി വരിയായി ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ്. ഓരോ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വാട്ട് അബൌട്ട് ദ പാർട്ടിസിപ്പേഷൻ ഇൻ അവർ പ്രൊട്ടസ്റ്റ്? again lot of people are coming to participate in our protest. बंदे तो बहुत आ रहे भाई, मतलब कि क्राउड भी जो बहुत ज्यादा है, ठीक है। और हम कोशिश कर रहे हैं, पंजाब से आए, पूरी टीम है हमारी, ठीक है, और हम कोशिश कर रहे हैं कि कोई दंगा बंगा ना हो, ठीक है, और कोई मतलब कि लाठीचार्ज वगैरह कुछ भी ना हो, इसलिए हम खुद हैंडल कर रहे हैं सब कुछ. മാനവികതയുടെ തന്നെ വലിയ സന്ദേശം കൂടി ഈ പ്രതിഷേധ സമരം ലോകത്തിന് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് വലിയ ചൂടാണ് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നത്. ആ സമയത്തൊക്കെ തന്നെ പരസ്പരം ഈ വിഷറി വീശിക്കൊണ്ട് പ്രതികൂല കാലാവസ്ഥയിലും സമരത്തിൽ ഓരോ ആളുകൾ പങ്കെടുക്കുന്ന കാഴ്ചയൊക്കെ തന്നെയാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്. मोदी जी से नौजवान अपना हक मांग रहे, अपनी पढ़ाई का हिसाब मांग रहे, अपनी पढ़ाई लिखाई का हिसाब मांग रहे. क्या कर रहे हैं आज मोदी जी? क्या कर रही गवर्नमेंट? उन्हें छात्र नहीं दिखाई दे रहे. एक आदमी के लिए, एक धर्मेंद्र प्रधान के लिए लाखों युवाओं को परेशान करना, लाखों नौजवानों को परेशान करना, ये अंधी बहरी गूंगी सरकार है. इन्हें ना नौजवानों से लेना, ना छात्रों से कुछ लेना. ഈ പ്രതിഷേധ പരിപാടി മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ അത് രാജ്യത്തെ തകർന്നു തരിപ്പണമായ വിദ്യാഭ്യാസ മേഖലയെ പുനരുജ്ജീവിപ്പിക്കുക, തകർന്നുകൊണ്ടിരിക്കുന്ന കർഷക മേഖലയെ അതിന് കരുത്തേകുക, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികൾ അവയെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അത് സംഭവിക്കുന്നത് വരെ ഈ പ്രതിഷേധ സമരം തുടരുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് പ്രതിഷേധക്കാർ ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ ദിവസം കഴിയും തോറും ഈ പരിപാടിയിലേക്കുള്ള പങ്കാളിത്തം ഏറി വരുന്നൊരു കാഴ്ച തന്നെയാണ് ജന്തർ മന്ദറിൽ നിന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ സാധിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ ഇൻ റിപ്പോർട്ടർ ദില്ലി.